ഗ്രാമീണ മേഖലയിലെ സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ KSRTC നിർത്തിയത് മൂലം യാത്ര ദുരിതത്തിലായ നാട്ടുകാർ. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്നതിനാലാണ് സർവീസുകൾ നിർത്തിയതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതോടെ ദുരിതത്തിലായത് ശാന്തിപുരം, കോമ്പമുക്ക്, രാമക്കൽമേട്, ഇടത്തറമുക്ക് മേഖലയിലെ നൂറുകണക്കിന് ആളുകളാണ്. മുമ്പ് ഈ മേഖലയിലൂടെ 7ഓളം KSRTC ബസ്സുകളായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. മറ്റ് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു. എന്നാൽ കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാത്ത KSRTC ബസ്സുകൾ സർവീസ് നിർത്തുകയായിരുന്നു. ഇതേസമയം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുമുണ്ട്. കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളാണ് നിർത്തലാക്കിയത്. ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് KSRTC നടത്തുന്നതെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു. അടിയന്തരമായി സർവീസുകൾ പുനരാരംഭിക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR ബിനുവും ആവശ്യപ്പെട്ടു. വിവിധ ഇടപെടൽ മൂലം ഏകദേശം 7ഓളം KSRTC ബസ്സുകൾ പല സമയങ്ങളിലായി ആ പ്രദേശത്ത് സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കമ്പംമെട്ട് എഴുകുമ്പയൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSRTC മാത്രം ഈ സർവീസുകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിർത്തിയിരിക്കുകയാണ്. ഇത് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് ഒരു അറിവോട് കൂടിയല്ല ഇത്തരം സർവീസുകൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ബന്ധപ്പെട്ട ഡിപ്പോകൾക്ക് നമ്മൾ മെയിൽ അയക്കുകയും ഈ സർവീസ് പുനരാരംഭിക്കണം എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ആവശ്യം. പ്രത്യേകിച്ച് യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കുമളി, രാമക്കൽമേട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ആളുകൾ എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ ആ പ്രദേശത്ത് പ്രൈവറ്റ് ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുന്നു. പക്ഷേ KSRTC ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടിയ KSRTC നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ അവിടെ സർവീസ് നടത്താതെ പിൻവാങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഈ KSRTCയും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇത് പുനഃപരിശോധിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണം എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. ഇതേസമയം തൂക്കുപാലം മുതൽ കമ്പംമെട്ട് വരെയുള്ള റോഡിന്റെ പണികൾ 80% പൂർത്തിയായിട്ടും മനഃപൂർവ്വം സർവീസ് നടത്താതെ KSRTC ഉദ്യോഗസ്ഥർ സ്വകാര്യ ലോബിയുമായി ഒത്തുകളിക്കുകയാണെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, കമ്പംമെട്ട്.